ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, ഈശോയുടെ നാമത്തിൽ നല്ല ഒരു ദിവസം നിനക്ക് നേരുകയാണ്. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ ഈശോയുടെ അടുക്കൽ കൊണ്ടുവരികയാണ്. ഈശോയെ പരീക്ഷിക്കുവാനും ഈശോയിൽ കുറ്റം ആരോപിക്കുവാനുമായിട്ടാണ് അവർ ഈശോയുടെ അടുത്തേക്ക് കൊണ്ടുവരിക. ഇങ്ങനെയുള്ള സ്ത്രീയെ കല്ലെറിഞ്ഞു കൊല്ലണമെന്നാണ് നിയമം അനുശാസിക്കുക. നീ എന്തു പറയുന്നു? അതാണ് ഈശോയുടെ മുമ്പിൽ ഉയർത്തിയ ഒരു ചോദ്യം. ഈശോ ആ സ്ത്രീയോട് കരുണ കാണിക്കുകയാണ്. അവസാനം ഈശോ അവരോട് പറയുകയാണ്, നിങ്ങളിൽ പാപം ചെയ്യാത്തവർ ഈ സ്ത്രീയെ കല്ലെറിയട്ടെ. അവിടെ നിന്ന് എല്ലാവരും പോവുകയാണ്. അവസാനം ഈശോ ഈ സ്ത്രീ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈശോ പറയുന്നൊരു കാര്യമുണ്ട്. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 8-ാം അധ്യായം 11-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗം. യേശു പറഞ്ഞു, ഞാനും നിന്നെ വിധിക്കുന്നില്ല, പൊയ്ക്കൊള്ളുക, ഇനിമേൽ പാപം ചെയ്യരുത്. പാപത്തിൽ പിടിക്കപ്പെട്ട വ്യക്തി ഈശോ മുമ്പിൽ കൊണ്ടുവന്നിരിക്കുക. ആ വ്യക്തിയെ ഈശോ ഡിഫെൻഡ് ചെയ്ത് രക്ഷപ്പെടുത്തുകയാണ്. എന്നിട്ട് അവളോട് കരുണാപൂർവം പറയാണ്, ഞാനും നിന്നെ വിധിക്കുന്നില്ല, നീ പൊക്കോ, നീ മേലിൽ പാപം ചെയ്തേക്കരുത്. എത്ര സ്നേഹത്തോടും ആർദ്രതയോടും കരുതലോടും കരുണയോടും കൂടിയൊക്കെ കർത്താവ് ആ മകളോട് പെരുമാറുക. നീ ജീവിക്കുന്നത് തന്നെ കർത്താവിൻ്റെ കാരുണ്യത്തിലാണ്, ഈ സ്നേഹത്തിലാണ്. അവിടുന്ന് അനുദിനം ഒരുപിടി കാര്യങ്ങൾ ക്ഷമിക്കുന്നത് കൊണ്ടാണ് നമ്മളൊക്കെ ഇങ്ങനെ നടക്കുക. ഇന്നൊന്നേ പറയാനുള്ളൂ, നിൻ്റെ ചുറ്റുപാടുമുണ്ട് ഒരുപിടി ആളുകൾ നിന്നിൽ നിന്ന് കരുണ പ്രതീക്ഷിക്കുന്നവർ, നീ ഒന്ന് വിധിക്കാതിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നവർ. ക്രിസ്തുവിൻ്റെ മനോഭാവം കുറവുകളുള്ള അവരിലേക്ക് ഒഴുകിയെത്തുവാനായിട്ട് നിൻ്റെ ജീവിതത്തിൽ നിനക്ക് ഇടവരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് ഒന്ന് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഞങ്ങളുടെ ഇടയിലുള്ള നിൻ്റെ നിറസാന്നിധ്യത്തിന് നന്ദി പറയുകയാണ്. ഈശോയെ, എത്രമാത്രം കരുണയോടും സ്നേഹത്തോടും കൂടിയ നീ ഓരോരുത്തരോടും ഇടപെട്ടത്. ആരെയും നീ വിധിച്ചിട്ടില്ലല്ലോ. എന്നെ കേൾക്കുന്ന ഈ വ്യക്തിയെ സമർപ്പിക്കുകയാണ്. ഈശോയെ, വിധിയെല്ലാം മാറ്റിവെച്ചിട്ട് കുറവുകളുള്ളവരോട് എപ്പോഴും കരുണ കാണിക്കുവാനായിട്ട് ഈ വ്യക്തിയെ നീ സഹായിക്കണമേ. നിൻ്റെ നാമത്തിൽ ഇന്നത്തെ ദിവസം അനുഗ്രഹിക്കപ്പെട്ടു എന്ന് പ്രാർത്ഥിക്കുന്നു. സകലവിധ കൃപകളും ഈ വ്യക്തിയിലേക്ക് നിറയപ്പെടട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. മരണത്തെ ജയിച്ച